ഒരു സ്കൂളിലെ 50 അധ്യാപകരിൽ 80% എന്താണ് സ്ത്രീകളാണ്. അവിടെ എത്ര അധ്യാപികമാരുണ്ട്? ആകെ ടോട്ടൽ 50 അധ്യാപകരാണുള്ളത്. അതിൻ്റെ 80% സ്ത്രീകളാണ്. അത് കൂടുതൽ പേര് സ്ത്രീകളാണ്. 20% മാത്രമാണ് പുരുഷന്മാരായിട്ടുള്ള അധ്യാപകർ. അപ്പോൾ അധ്യാപികമാർ എത്രയുണ്ടെന്നാണ് ചോദ്യം. എന്ത് ചെയ്താൽ മതിയാവും? നമ്മൾ നമ്പർ ഓഫ് ലേഡി ടീച്ചേഴ്സ്, അധ്യാപകമാരുടെ എണ്ണം എന്ന് പറയുന്നത് 50ൻ്റെ 80%. വളരെ ഡയറക്റ്റായിട്ട് കണ്ടുപിടിച്ചാൽ മതി. ഇതൊന്നും പിടിക്കാനില്ല. കട്ടായി 8 5 40 പേര് അധ്യാപികമാരാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. 2 പേർ മത്സരിച്ച ഒരു തെരഞ്ഞെടുപ്പിൽ 1450 പേർ വോട്ട് ചെയ്തു. ജയിച്ച സ്ഥാനാർത്ഥിക്ക് 52% വോട്ടുകൾ കിട്ടി എങ്കിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ജയിച്ചയാൾക്ക് എത്ര വോട്ട് കിട്ടി, എത്ര വോട്ടുകളുടെ വ്യത്യാസത്തിലാണ് ജയിച്ചത്? അപ്പോൾ ആകെയുള്ള വോട്ട് അറിയാം. ഇയാൾക്ക് കിട്ടിയ വോട്ട് കൂടെ കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് രണ്ടും കൂടെ മൈനസ് ചെയ്താൽ മതിയാവുമല്ലോ. അപ്പോൾ ആദ്യം ജയിച്ച ആൾക്ക് എത്ര വോട്ട് കിട്ടിയെന്ന് കണ്ടെത്താം. അപ്പം ജയിച്ച ആളുടെ വോട്ട് കണ്ടെത്താൻ നമ്മൾ എന്ത് ചെയ്യുന്നത്? ആകെ ലഭിച്ച വോട്ടിൻ്റെ 52% അയാൾക്ക് കിട്ടിയത്. സോ 52/100 ചെയ്യുന്നു, കട്ട് ചെയ്യുന്നു. നമുക്ക് കട്ട് ചെയ്ത് ചെയ്യാൻ അറിയില്ലെങ്കിൽ 145 52 ഗുണിച്ചിട്ട് /10 ചെയ്താൽ മതിയാവും കേട്ടോ. ടീച്ചർ ഇത് കട്ട് ചെയ്യാം. കട്ട് ചെയ്യുമ്പോൾ ഇത് 26/5 എന്ന് വരും. 145 5 കൂടെ കട്ട് ചെയ്യുമ്പോൾ 14-നകത്ത് 5 2 തവണ 45-നകത്ത് 9. സോ 29 × 26. സോ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 754 ജയിച്ച ആളുടെ വോട്ട്. അപ്പം രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഹൗ മെനി വോട്ട്സ് ഡിഡ് ഹി വിൻ? എത്ര വോട്ടിനാണ് അയാൾ ജയിച്ചതെന്ന് ചോദിച്ചാൽ എന്ത് ചെയ്യണം? 1450 നിന്ന് 1400 മറ്റേ ആൾക്ക് കിട്ടിയത് എന്തായാലും 1450 നിന്ന് 754 കുറയ്ക്കുന്ന വോട്ടാണല്ലോ. ദാറ്റ് ഈസ് ഈക്വൽ ടു 696 വോട്ടുകൾക്കാണ് അയാൾ മറ്റേ ആളെക്കാളും വിജയിച്ചത്. ഓക്കെ, ജയിച്ച ആളുടെ വോട്ട് ഇതും പരാജയപ്പെട്ട ആളുടെ വോട്ട് ഇതുമാണ്. അപ്പോൾ ഇവർ തമ്മിലുള്ള ഡിഫറൻസ്, ഇയാളെക്കാൾ എത്ര വോട്ടിന് ഇയാൾക്ക് കൂടുതൽ വോട്ട് കിട്ടിയത്? 58 വോട്ടുകളുടെ വ്യത്യാസത്തിലാണ് അയാൾ ജയിച്ചതെന്ന് നമുക്ക് പറയാം. 58 വോട്ടുകളുടെ വ്യത്യാസത്തിലാണ് പുള്ളി ജയിച്ചത്. ഓക്കെ, ആണ് ഓപ്ഷൻ ബിയുടെ ഉത്തരം കേട്ടോ. തേർഡ് ക്വസ്റ്റ്യൻ, 1200 പേർ എഴുതിയ ഒരു പരീക്ഷയിൽ 65% പേർക്ക് എ ഗ്രേഡ് കിട്ടി. ഇത് എത്ര പേരാണ്? 1200ൻ്റെ 65% ആൾക്കാരാണ് എ ഗ്രേഡ് ലഭിച്ചത് എങ്കിൽ ആ നേടിയ ആൾക്കാരുടെ എണ്ണം എത്ര? അപ്പോൾ ആകെ അവിടെ എക്സാം എഴുതിയവർ 1200 പേരാണ്. 1200ൻ്റെ 65% ആൾക്കാർക്കും എന്ത് കിട്ടി? എ ഗ്രേഡ്. സോ 65/100. സോ സീറോസ് കട്ട് ചെയ്താൽ 12 × 65 മൾട്ടിപ്ലൈ ചെയ്താൽ 12 × 65 10 റിമൈൻഡർ 1 6 6 2 12 റിമൈൻഡർ 1 7 0 8 7 എത്രയാണ്? 750 പേർക്കാണ് അവിടെ എന്ത് കിട്ടിയത്? എ ഗ്രേഡ് കിട്ടിയത്. അടുത്ത ചോദ്യം, ഒരു പുരയിടത്തിൽ 32 തെങ്ങുണ്ട്. ഇത് ആകെയുള്ള മരങ്ങളുടെ 50%. പുരയിടത്തിൽ ആകെ എത്ര മരങ്ങളുണ്ട്? ഇതേ ക്വസ്റ്റ്യൻ നമ്മൾ ഓർക്കുന്നുണ്ടോ? 6th സ്റ്റാൻഡേർഡിൽ പഠിച്ചതാണ്. 50% എന്ന് പറഞ്ഞാൽ ഹാഫാണ്, അത് നിങ്ങൾക്കറിയാലോ. അപ്പം ഏതിൻ്റെയോ ഹാഫാണ് 32. അപ്പോൾ ആകെ എത്ര? 64. ശരിയല്ലേ? ആ പുരയിടത്തിൽ ആകെ എത്ര മരങ്ങളുണ്ട്? 64. ചെയ്യാൻ പോലും ഇല്ല അല്ലേ? അപ്പോൾ ഒന്നുകൂടെ വേണം ടീച്ചർ ചെയ്തേക്കാം. ആകെയുള്ള മരം എത്രയാണോ അതിൻ്റെ 50% മാത്രമാണ് 32. അപ്പോൾ ആകെയുള്ള മരം കണ്ടുപിടിക്കാൻ, ആകെ ഫുള്ള് കണ്ടുപിടിക്കാൻ നമ്മൾ എപ്പോഴും 100/, എന്ന് എഴുതണ്ട കേട്ടോ. അല്ലെങ്കിൽ ഇങ്ങനെ എഴുതുക, ആകെയുള്ള മരം ടോട്ടൽ നമ്പർ ഓഫ് ട്രീസ് ഇസ് ഈക്വൽ ടു എന്ത് എഴുതാം? 32 × 50/100. 100 ഇങ്ങോട്ട് ഡിവിഷൻ അങ്ങോട്ട് പോകുമ്പോൾ അല്ല വേണ്ട, ഒരു സ്റ്റെപ്പ് എഴുതിയിട്ട് പോകാവേ. ഇൻറ്റു 50/100 ഈസ് ഈക്വൽ ടു 32. ദെൻ ടോട്ടൽ നമ്പർ ഓഫ് ട്രീസ് ഈസ് ഈക്വൽ ടു ഈ ഡിവിഷൻ അങ്ങോട്ട് പോകുമ്പോൾ എന്താവും? ഇൻറ്റു. അല്ലെങ്കിൽ ഇവിടെ തന്നെ ഇത് കട്ട് ചെയ്യാം കേട്ടോ. 5/10 നമുക്ക് എന്ത് എഴുതാം? 2 എന്ന് എഴുതാമല്ലോ. ഈ 2 അങ്ങോട്ട് പോയാൽ എന്താവും? 32 × 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 64 എന്ന് ഒറ്റയടിക്ക് എഴുതാം. അല്ലെങ്കിൽ തന്നെ ഏതോ ഒരു നമ്പറിൻ്റെ ഹാഫാണ് 50% എന്ന് വെച്ചാൽ ഹാഫാണ് 32 എങ്കിൽ ആ നമ്പർ ഏതാ? 64. അപ്പോൾ ആകെ അവിടെ എത്ര തെങ്ങുകളുണ്ടായിരുന്നു? 64 തെങ്ങുണ്ടായിരുന്നു. ഒരാൾ ഒരു മാസം ഭക്ഷണത്തിനായി 8400 രൂപ ചിലവാക്കി.
ഇത് മാസ വരുമാനത്തിൻ്റെ 25%. അയാളുടെ മാസ വരുമാനം എത്രയാണ്? ആകെയുള്ള രൂപയിൽ നിന്നും 8400 രൂപ ഭക്ഷണ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ചിലവാക്കിയെങ്കിൽ മാസ വരുമാനത്തിൻ്റെ ഇത് ഈ 8400 എന്ന് പറഞ്ഞാൽ ആകെ ഉള്ളതിൻ്റെ 25% ആണെങ്കിൽ അയാളുടെ മാസ വരുമാനം എത്ര? ആകെ ഉള്ളതിൻ്റെ 25% 8400, അല്ലെങ്കിൽ 25% ഓഫ് ടോട്ടൽ ഈക്വൽ ടു 8400. അത് അയാൾ എന്തിനു വേണ്ടി മാറ്റി വയ്ക്കുന്നു? ഭക്ഷണ ആവശ്യത്തിന് വേണ്ടി. എങ്കിൽ അയാളുടെ ആകെ വരുമാനം ടോട്ടലാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ടോട്ടൽ ഏണിംഗ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? 8400 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 25. ആകെ കണ്ടുപിടിക്കാൻ 100 മുകളിലാക്കി എഴുതണം കേട്ടോ. ഞാൻ നേരത്തെയും പറഞ്ഞിരുന്നു നിങ്ങളുടെ അടുത്ത്. ഇത് കട്ട് ചെയ്താൽ മതി. കട്ട് ചെയ്യുമ്പോൾ എന്ത് വരും? 4 എന്ന് വരും. 8400 ഇൻറ്റു 4. 4 4s are 16. റിമൈൻഡർ 32 33. 33,600 ആണ് അയാളുടെ മാസ വരുമാനം എന്ന് പറയുന്നത്. ഓക്കെ.